ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആസ്കിങ് ഡയറക്ഷൻ ആണ്. അതായത് ഒരാളോട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളെ റൂട്ട് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നോക്കാം ആസ്കിങ് ഡയറക്ഷൻസ്. നമ്മൾ ഒരു വഴിയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ നമുക്ക് സ്ഥലം അറിയത്തില്ലെങ്കിൽ നമ്മൾ റൂട്ട് ചോദിച്ച് പോവാം. അപ്പൊ അതെങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആസ്കിങ് ഡയറക്ഷൻ. മഹേഷ്, എക്സ്ക്യൂസ് മീ, കുഡ് യു ടെൽ മീ വേർ ഈസ് ദ ലൈബ്രറീസ്? ഇപ്പൊ നമ്മൾ മഹേഷ് എന്ന ആള് ചോദിക്കാണ് എക്സ്ക്യൂസ് മീ. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ചേച്ചി, ആന്റി, അങ്കിൾ എന്തായാലും നമ്മൾ വിളിക്കും. ഇംഗ്ലീഷിലാകുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെയൊന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ എക്സ്ക്യൂസ് മീ എന്നൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ എക്സ്ക്യൂസ് മീ, കുഡ് യു ടെൽ മീ വേർ ഈസ് ദ ലൈബ്രറി? ലൈബ്രറി എവിടെയാ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാണ്. അപ്പൊ നാൻസി ഇവിടെ ചോദിച്ചത്. അപ്പൊ നാൻസി പറയാണ് യെസ്, ഇറ്റ്സ് ദാറ്റ് വേ, യു ഗോ ദർ, ബ്ലോക്ക് ടു വാഷിംഗ്ടൺ സ്ട്രീറ്റ്, ദെൻ ടേൺ റൈറ്റ്. അപ്പോൾ നാൻസി പറയാണ് ശരി, നിങ്ങൾ ഈ വഴി പൊക്കോളൂ, നേരെ പോണം, പിന്നെ ബ്ലോക്കിന്റെ അടുത്തൊരു വാഷിംഗ്ടൺ സ്ട്രീറ്റ് ഉണ്ടാവും, അവിടേക്ക് ചെന്ന് നിങ്ങൾ ടേൺ ചെയ്ത്, അതായത് വലത്തോട്ട് തിരിയുക എന്ന് പറയാണ്. ഇറ്റ്സ് വൺ ദ കോർണർ അക്രോസ് ഫ്രം ദ ബാങ്ക്. അതൊരു കോർണർ ആണ്, അത് ബാങ്ക് ഓഫ് അക്രോസ് ദി കോർണറിലാണ് ഉള്ളത് എന്ന് പറയാണ്. അപ്പൊ മഹേഷ് പറയാണ് താങ്ക്സ്. നമ്മൾ താങ്ക്സ് നന്ദി പറയാണ്. ഐ ഹാവ് ഓൺലി ബീൻ ഇൻ ടൗൺ എ ഫ്യൂ ഡേയ്സ്. ഞാൻ ഒരു സിറ്റിയിലാണ്, പട്ടണത്തിലാണ് താമസിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ്. സോ ഐ റിയലി ഡോണ്ട് നോ മൈ വേ അറൌണ്ട് ഇറ്റ്. അപ്പൊ എനിക്ക് ശരിക്കും അറിയത്തില്ല ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും. ഓക്കെ, അപ്പൊ നാൻസി ചോദിക്കാണ് ഐ നോ ഹൗ യു ഫീൽ. എനിക്കറിയാം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വി മൂഡ് ഹിയർ എ ഇയർ എഗോ ആൻഡ് ഐ സ്റ്റിൽ ഡോണ്ട് നോ വേർ എവറിത്തിങ് ഈസ്. ഞാൻ ഇവിടെ ഒരു വർഷം മുമ്പാണ് ഇങ്ങോട്ടേക്ക് മാറിയത്. അപ്പൊ എനിക്ക് തന്നെ അറിയത്തില്ല എവിടൊക്കെയാ ഉള്ളതെന്നുള്ളത്. ഇനി അടുത്തത് കോളിംഗ് ഫോർ ഹെൽപ്പ്. സഹായത്തിന് നമ്മൾ വിളിക്കുകയാണ്. പീറ്റർ, ഹേ, ദാറ്റ് കാർ ജസ്റ്റ് റാൻ റെഡ് ലൈറ്റ് ആൻഡ് ഹിറ്റ് ദി ട്രങ്ക്. പീറ്റർ പറഞ്ഞു, ആ കാർ ഒരു റെഡ് ലൈറ്റിലോട്ട് ഇടിച്ചു. റെഡ് ലൈറ്റ് ആൻഡ് ഇറ്റ് ട്രങ്കിലേക്കാണ് ഇടിച്ചത്. സാം ചോദിക്കാണ് ഈസ് എനിവൺ ഹേർട്ട്? അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? പീറ്റർ, ഐ ഡോണ്ട് നോ, എനിക്ക് അറിയത്തില്ല. ലെറ്റ്സ് കോൾ 911. നമുക്ക് 911 വിളിക്കാം. ഹലോ, ഐ വുഡ് ലൈക്ക് ടു റിപ്പോർട്ട് എ കാർ ആക്സിഡന്റ് നിയർ ദ പോസ്റ്റ് ഓഫീസ് ഓൺ ചാൾസ് സ്ട്രീറ്റ്. അപ്പൊ പറയാനോ, ഞാൻ വിളിച്ചത് ഒരു കാർ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യാനാണ്, നിയർ ദ ചാൾസ് സ്ട്രീറ്റില്. ഇറ്റ് ലുക്ക് ലൈക്ക് എ മാൻ ഈസ് ഹേർട്ട്. എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യൻ അവിടെ വീണ് കിടപ്പുണ്ട്. യെസ്, ഇറ്റ്സ് ജസ്റ്റ് ഹാപ്പൻഡ്. അതങ്ങനെ സംഭവിച്ചു. ഓക്കെ, താങ്ക്സ്, ബൈ. എന്നാ ശരി, ബൈ എന്ന് പറയാണ്. സാം ചോദിക്കാനോ, വാട്ട് ഡിഡ് ദേ സേ? അവരെന്തുവാണ് പറഞ്ഞത്? പീറ്റർ, they're going to send an ambulance and a police car right away. അവരിപ്പോ ഒരു ആംബുലൻസും പിന്നെ പോലീസിന്റെ വണ്ടി ഉടൻ തന്നെ അയക്കും. സാം, ഗോഡ്, ഗുഡ്, ദേ ആർ ഹിയർ. അവരിവിടെ തന്നെ ഉണ്ടല്ലോ. ഐ ഹോപ്പ് ദ മാൻ ഈസ് ഓക്കെ. എനിക്ക് തോന്നുന്നത് ആ മാന് ഇപ്പൊ തന്നെ ഓക്കെ ആവും എന്നാണ് തോന്നുന്നത് എന്നാണ് സാം പറയുന്നത്. പീറ്റർ, ഐ നോ, യു ഹാവ് ടു ബി കെയർഫുൾ വെൻ യു ആർ ഡ്രൈവിംഗ്. പീറ്റർ പറയാണ്, നീയും കെയർഫുൾ ആയിട്ടിരിക്കണം വണ്ടിയൊക്കെ ഓടിക്കുമ്പോ എന്ന് പറയാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് വിളിക്കുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. ക്ലാസ്സിൽ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ആയിട്ടും ആദ്യം തന്നെ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും വേറെ ക്ലാസ്സിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക്
ചോദിക്കാവുന്നതാണ്. സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ എല്ലാ ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ചാനൽ ഉണ്ടെന്ന് പറയാം. അപ്പൊ ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ടും കൂടി പറയാം. ഓക്കെ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.